നമ്മുടെ ഈഗിൾ ഗെയിമിംഗ്, നമ്മുടെ പരുന്ത് വാസു ഈഗിളിൻ്റെ ലൈവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ പലരും വന്ന് പല തെമ്മാടിത്തരും കമൻ്റ് ഇട്ട് പോവാറുണ്ട്. വീട്ടുകാരെ ചൊറിഞ്ഞ് കമൻ്റ് ഇടുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കണം എന്നുള്ള വാശിയും ദേഷ്യമൊക്കെ നമുക്ക് വരാറുമുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ നിയമപരമായിട്ടുള്ള സെറ്റപ്പ് നോക്കിയാലും നമുക്കിതിനെക്കുറിച്ചുള്ള അറിവൊക്കെ വെച്ച് നോക്കിയാലും ഈ ഡാഡിലെസ് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ള ഇങ്ങനത്തെ ഫേക്ക് പ്രൊഫൈൽസിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് ആളെ കിട്ടാറില്ല. പക്ഷേ ഈഗിൾ അങ്ങനെയല്ല. ഈഗിൾ ആളെ പൊക്കാറുണ്ട്, പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എക്സ്പോസ് ചെയ്യാറുമുണ്ട്. സോ റീസെൻ്റ്ലി ഈഗിളിൻ്റെ സ്റ്റോറി കണ്ടവർക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ ഒരുത്തനെ പൊക്കി. ഈഗിളിൻ്റെ വൈഫിനും സായി പോപ്പിനെയും കുറച്ചൊരു ലീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കമൻ്റ് ഇട്ട ഒരുത്തൻ പൊക്കിയിട്ട് അവനെ എക്സ്പോസ് ചെയ്തു. അതിനുശേഷം അവനെ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഈഗിൾ സ്റ്റോറി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ സെക്കൻഡ് ചാൻസ് വരുമെന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഈഗിൾ പോയ സമയത്ത്, അതായത് ഇവനെ പൊക്കണമല്ലോ, ഈ ടെലിഗ്രാമിലാണ് ഇവന്മാർ ഈ കളിയൊക്കെ കുണച്ച പരിപാടികൾ കാണിക്കുന്നത്. അത് മാക്സിമം അവിടെയാണ് നടക്കാറ്. ഈ 2022 ഡൂഡ് ഹെലൻ കൊടുത്ത കേസിനകത്തും ഇതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഇവന്മാരുടെ കളി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ കയറി അവിടുന്ന് കുറേ നമ്പറും സാധനങ്ങളൊക്കെ പൊക്കി സാറുമാർക്ക് കൊടുത്തപ്പോഴും സാറുമാർ പറഞ്ഞു ടെലിഗ്രാമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി എങ്ങാണ്ടാണ് അതിൻ്റെ എന്തോ ഒരു ഇൻഫർമേഷൻ ഒരു 3-4 ദിവസം മുമ്പാണ് ഹെലന് കിട്ടിയത്. ഇത് 2022 കൊടുത്ത കേസിന് ഇപ്പോൾ 2025 അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇവിടുത്തെ നിയമത്തിനൊന്നും ഇവന്മാരെ പൊക്കാനൊന്നും പറ്റൂല. അപ്പോൾ നമ്മളെ കുടുംബത്തിരിക്കുന്നവരെ പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഈഗിൾ ഇവനെ തപ്പി ഇറങ്ങിയപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന ഈ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ നടക്കുന്ന വിവരങ്ങൾ ഈഗിൾ പുറത്തു പറയുന്നത്. ഇത് കൃത്യമായിട്ട് ഇവിടുത്തെ സൈബർ സിസ്റ്റം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെ ഒരു പ്രൊഫൈൽ തുറന്ന് വെച്ചിട്ട് ഈ പ്രൊഫൈൽ തുറന്ന് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളെ ക്രിയേറ്റിവിറ്റി കാണിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മൊമെൻറ്റ് ഷെയർ ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു ബെഡലയ്ക്ക് അത് എടുത്തു കൊണ്ടുപോയിട്ട് തലയും ഉടലും മാറ്റി വെട്ടി അവൻ്റെ മറ്റേ സുഖത്തിന് വേണ്ടിയിട്ട് അത് മറ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആണോ? എനിക്കിടെ വീഡിയോ ചെയ്യാൻ തുടങ്ങി ഞാൻ ഇത്രയും കാലത്തിനിടയിൽ എത്ര കുട്ടികളെ അറിയാം എന്നോട് വന്നിട്ടുള്ളത്. മോസ്റ്റ് മെജോറിറ്റി പെൺകുട്ടികളാണ്. ആൺകുട്ടികളുണ്ട്, പക്ഷേ മോസ്റ്റ് മെജോറിറ്റി പെൺകുട്ടികളാണ്. പേടിച്ച് പ്രൈവറ്റ് പ്രൊഫൈലായിട്ട് ഇരിക്കുക എന്നല്ലാതെ അവർക്ക് പബ്ലിക്കായിട്ട് ഇടുമ്പോൾ അവർ ഫോട്ടോ എടുത്ത് കൊണ്ടുപോവുക, വീഡിയോ എടുത്ത് കൊണ്ടുപോയിട്ട് വേറെ രീതിയിലാക്കുക, ഫോട്ടോ കൊണ്ടുപോയിട്ട് തല മാറ്റി വിട്ടു, അങ്ങനെ പല പഴപ്പുകളും കാണിക്കുന്നുണ്ട് പലരും. ഇപ്പം പിന്നെ കുറച്ചും കൂടി ഈസിയാണ്, കാരണം AI വന്നു, പ്രോംപ്റ്റ്, കുറേ ആപ്പ്, ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോൾ അതിൻ്റെ നല്ല വശമല്ല, അത് കൂടി എങ്ങനെ ഇനി ഈ പഴപ്പുണ്ടാക്കുക എന്നുള്ളതാണ് ചിലരുടെയൊക്കെ കണ്ടുപിടുത്തം. അത്രയും ഫസ്ട്രേറ്റഡ് ആയിട്ട് കുറേ ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. എന്താണെങ്കിലും ഈഗിൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈഗിൾ അതിനിടയിൽ സ്റ്റോറി ഇട്ടതും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സൈഡിൽ വെച്ച് പോയിട്ടുണ്ട്. അത് കാണാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ കാണാനൊന്നുമില്ല, അവൻ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ കയറി ചൊറിഞ്ഞവൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പയ്യനെ വിളിച്ച സമയത്ത് ഈ പയ്യനെ വീട്ടുകാരുടെ നമ്പർ അടക്കം ഈഗിൾ എടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ലൈൻ, ഇങ്ങനത്തെ പിഴപ്പേട് കാണിക്കുന്നവരുടെ ഫാമിലിയിൽ പാരൻസിനോട് നമ്മൾ ചെന്നിട്ട് ഇവൻ ഇങ്ങനെ ഒരു തന്തല്ലാത്തരം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന സെയിം ഡയലോഗ് ഈഗിളിനോട് ഈ പാരൻസ് അടിച്ചു. അവന് മാനസിക രോഗമാണത്. കുറച്ച് ദിവസമായിട്ട് ടെലഗ്രാമിലെ കുറേ പുണ്ടച്ചികളെയും അല്ലാത്ത കുറേ പുണ്ടച്ചികളെയും, അതായത് ഈ കമന്റ് ഇവൻ ഇട്ടിട്ട് ഏകദേശം 2 മാസമായി കേട്ടാ. അപ്പം ഞാൻ വളരെ റീസെൻ്റ്ലി എനിക്ക് വേറെ കുറേ ആൾക്കാർ ഞാൻ സ്റ്റോറി ഇട്ട ആൾക്കാരുടെ ഈ പറയണതുപോലെ എനിക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഇവൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം ഇവനൊരു ഫേക്ക് നമ്പർ കൊടുത്തിട്ട് അമ്മയും പെങ്ങളെയും താല്പര്യമുള്ളവന്മാരെ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്ത്, അത്രയും ധൈര്യത്തിൽ ആ നമ്പർ കൊടുക്കണമെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഫേക്ക് നമ്പർ ആയിരിക്കും എന്നുള്ള ബോധ്യം ഇവനെ പോലത്തെ മണ്ടന്മാർക്കുണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് അത് തുടങ്ങിയത്, മനസ്സിലായോ? ഞാൻ അവിടെ നിന്ന് തുടങ്ങി ലാസ്റ്റിൽ അവൻ്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത്. അവൻ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ എന്നെ വിളിച്ച് ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് പറയണത് അവന് മാനസിക അസുഖമാണ്, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുതെന്ന്. അപ്പം ഞാൻ ചോദിച്ച്, മാനസിക അസുഖമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ് അങ്ങനെയല്ല, ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അവന് വട്ടുണ്ട്, അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിന് ട്രീറ്റ് ചെയ്യണതെന്ന്. മനസ്സിലായ? പിഴപ്പേട് കാണിക്കുന്ന ഏതൊരുത്തനെ പൊക്കുമ്പോഴും ഈസി ആയിട്ട് അവൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അവൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ പറയുന്ന ഒരു കാര്യമാണ് വട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൂഫ് വേണം. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരാളാണ്,
അയാൾക്ക് മൊബൈൽ കൊടുക്കേണ്ട തീരുമാനിച്ച പോരെ. ഇപ്പോൾ കൊടുത്തു, മൊബൈൽ കൊടുത്താലും പാരൻസിനോ ഫ്രണ്ട്സിനോ അവരുടെ മോഡറേഷനിൽ കാര്യങ്ങൾ നടത്താൻ പറ്റണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പിഴപ്പ് പിടിച്ച വട്ട്, അതായത് കണ്ടവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ ഭാര്യേനെയും അവൻ്റെ അമ്മേനെയും അവൻ്റെ പെങ്ങളെയും പുഴുത്തത് പറയുന്നതും അവരുടെ ഫോട്ടോ വീഡിയോ എടുത്തു കൊണ്ടുപോയിട്ട് വേറെ കുറേ രീതിയിലേക്ക് മാറ്റി അതിൽ നിന്ന് കണ്ട് ആഘോഷിച്ച് സന്തോഷിച്ച് അത് വിൽപ്പനയാക്കുന്ന ഒരു പ്രത്യേകതരം വട്ടാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ ചൂടറിഞ്ഞാൽ തന്നെ ആ വട്ട് മാറുള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും. ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഇതിന് ന്യായീകരിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതേപോലെ ആരെങ്കിലുമൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്പോസ് ചെയ്തിട്ട് പറയുകയാണത് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഫാമിലി തൊട്ട് കളിച്ചത് ഇവനാണ് കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ പ്രൈവസി കയറി അവരുടെ ഫോട്ടോ വീഡിയോ എടുത്തു കൊണ്ടുപോയിട്ട് ഇവനാണ് ആ പിഴപ്പേട് കാണിച്ചതെന്ന് പറയുമ്പോൾ കമൻറ്റ് ബോക്സിൽ ഇവരെ ന്യായീകരിച്ച് കുറേ എണ്ണം കാണും. അതെന്താണോ നിൻ്റെ ഭാര്യയും പെങ്ങളും അവിടെ പോയിട്ട് അങ്ങനെ ഡ്രസ്സ് ഇട്ട് വീഡിയോ ഇട്ടിട്ടല്ലേ, അവരങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന്. ഓരോരുത്തർക്കും ഇവിടെ അവരുടെ എന്തുണ്ട്, ഫ്രീഡം ഉണ്ട് ഇല്ലേ? ഈ ഇമാതിരി ഞരമ്പന്മാരെ പേടിച്ചിട്ട് ഇവരെന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്നുകൂടെ പർദ്ദട്ടിട്ട് അവിടെ വന്നിട്ട് എല്ലാ വീഡിയോയും ചെയ്യാൻ പറ്റും, എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റും, എല്ലാ പോസ്റ്റും അങ്ങനെ ഇടാൻ പറ്റും. അങ്ങനെ ഇട്ടാൽ തന്നെ എന്താ, അതും വെട്ടിയെടുത്ത് വെച്ച് കൊണ്ടുപോയിട്ട് വേറെ വല്ല പരിപാടിയും ഉമ്മർ കാണിക്കും. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് കുറേ എണ്ണം, അത് ഞാൻ കുറേ സെൽഫ് എക്സ്പീരിയൻസ് ചെയ്താൽ കുറേ എണ്ണത്തിനെ പൊക്കുമ്പോൾ, ഞാനല്ല മെസ്സേജ് അയച്ചേ, ഞാനല്ല ഫോട്ടോ വീഡിയോ അയച്ചേ, എൻ്റെ ഫ്രണ്ടാ. എങ്ങനെയുണ്ട്, ഫോൺ ഫ്രണ്ടിൻ്റെ കയ്യിലായിരുന്നു. അങ്ങനത്തെ കുറേ ഫുണ്ടകൾ വേറെ. എന്താണെങ്കിലും ഇതൊരു കോമൺ സാധനമാണ്. സ്ഥിരമായിട്ട് ഇതേപോലെ പിഴപ്പേട് കാണിക്കുന്നവരെ ന്യായീകരിക്കാൻ എല്ലാവരും പറയുന്നതാണ്, പെട്ടെന്ന് അവനെ മാനസിക രോഗിയാക്കി കളയും. ടെലഗ്രാമിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴേ ഗൈസ്, ടെലഗ്രാമിൽ അന്നൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ പറയണ പോലെ നമ്മൾ അന്ന് കുറച്ച് രണ്ടുപേരന്മാരെ തൂക്കി പ്രായത്തിൻ്റെ കൺസിഡറേഷനിൽ നമ്മൾ വിട്ട് കളഞ്ഞ കേസാണ്. അത് കഴിഞ്ഞിപ്പോൾ വളരെ റീസെൻ്റ്ലി കുറേ നമ്മുടെ ലൈവ് കാണുന്ന കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, എന്താ ബ്രോ ഇതുപോലെ പാച്ചു ചേച്ചിയുടെയും സ്നേഹയുടെയും പിന്നെ അലീന, ഇങ്ങനെ കുറേ പേരുടെ, മെയിനായിട്ട് ബ്രൈറ്റ് ഫോക്സ്, അവളുടെ പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇത് കാണുന്ന സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുണ്ടച്ചികൾ ഗ്രൂപ്പ് തെരഞ്ഞു പിടിച്ച് അതിൽ കയറുമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുമല്ല. മനസ്സിലായ? അതിൻ്റെ പേരൊക്കെ ഇട്ടേക്കണത് അങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ. കണ്ടിട്ട് ഞാൻ ജീവിതം വെറുത്തുപോയി ഗൈസ്, സത്യം പറയാൻ. അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്, അതിനകത്ത് എങ്ങനെയാണെന്ന് അറിയോ ഗൈസ്? ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പിന്നെ ഈ അഡൽട്ട് ഗ്രൂപ്പ്സിലുള്ള, ഞാൻ ഫോൺ കാണുന്ന ആൾക്കാരുടെ അടുത്തൊന്നും ഒന്നും പറയാനില്ല ഗൈസ്, എന്നാലും അറ്റ്ലീസ്റ്റ് അതിനൊക്കെ വേണ്ടി നടക്കണതും അതിനൊക്കെ ആയിട്ട് ജീവിക്കണതായിട്ടുള്ള പോൺ ആക്ടേഴ്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യണതിൽ ഒരു വലിയ പ്രശ്നമാണെന്ന് പറയണ അമ്മാവനല്ല ഞാൻ. പക്ഷെ ഇതങ്ങനെയല്ല. ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറണം. ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റ് ചെയ്തേക്കുന്ന കുറേ സാധനമുണ്ട്. വെറുതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോ ആയിക്കോട്ടെ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു എന്താ റാൻഡം കണ്ട ഒരു ഫോട്ടോ, അത് നിങ്ങൾ അവിടെ ഇട്ടിട്ട് പറയണം എനിക്ക് ഈ ചേച്ചിയെ തുണിയില്ലാതെ വേണം എന്ന് പറഞ്ഞാൽ, അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ അഡ്മിൻ അവളുടെ തുണിയില്ലാത്തൊരു ഫോട്ടോ AI വെച്ചും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ചെയ്യും. അതൊരു പ്രത്യേക തരം ഒരു ഇതാണ്. അതിപ്പോൾ ഏത് ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും ഇതാണ് അവരുടെ മെയിൻ പരിപാടി. പിഴപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഇവിടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മൈനർ വേർഷൻ ആയിരുന്നു, ഞാൻ പറഞ്ഞു 2022 ഇഫ് ഐ എം നോട്ട് റോങ്, 21-22 നമ്മൾ ആദ്യമായിട്ട് ഈ ഹെലൻ്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ ഫോട്ടോസ് വരുന്ന ആ ഒരു വെബ്സൈറ്റ് കാണുന്നത്. അതിനകത്തും സെയിം പാറ്റേൺ ആയിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫിലിം സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോ കൊണ്ടുപോയി നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫോട്ടോ പേര് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അവർ കുറേ മറ്റേ ഒരു സാധനം ഇങ്ങനെ എഴുതിയിടും ആരുടെ ഫോട്ടോ വേണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരുടെ പേജിൽ ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. ഇത് വലിയൊരു സ്കാമുമാണ്, മനസ്സിലായോ? ഇപ്പോൾ ഇതിൽ തന്നെ ഈഗിളിൻ്റെ വൈഫിൻ്റെയും മറ്റേ സായി പോപ്പി ലീക്ക് എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ, ഈ ലീക്ക് എന്ന് പറഞ്ഞിടുന്നത് തന്നെ ഇപ്പോൾ വയനാടൻ ബ്ലോഗേഴ്സിൻ്റെ കേസിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയും വീഡിയോ ലീക്ക് എന്ന് പറഞ്ഞിടും, മനസ്സിലായില്ലേ? ഇതാരെങ്കിലും പോയിട്ട് DM ഏതെങ്കിലും മറ്റവൻ അത് കണ്ടേ പറ്റൂ എന്നുള്ള കഴപ്പിൽ പോയിട്ട് അതിന് പോയി മെസ്സേജ് ഇടും. അപ്പോൾ ഒരു പറയും പൈസ അയച്ചു തരണം, ടെലിഗ്രാം ഗ്രൂപ്പ് കയറണം, പൈസ അയച്ചു തരണം. അങ്ങനെ പൈസ പോയിട്ട് മിണ്ടാതെ നടക്കണം കുറേ മൊണ്ണേഷുകളുണ്ട് ഇവിടെ. ഉള്ള കാര്യം പറയാമല്ലോ, വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്നും പറയരുത്. കാരണം അങ്ങനത്തെ മണ്ടത്തരത്ത് പോയി ചാടുന്നവരെ പിന്നെ ഞാൻ എന്ത് വിളിക്കും? ഒരു വീഡിയോ കിട്ടാൻ, അതായത് അതിന് ക്യൂരിയോസിറ്റിയാണ്, അതിട്ട് കണ്ടേ പറ്റൂ, അതിട്ട് കാണണം. അതിന് വേണ്ടിയിട്ട് പോയിട്ട് പൈസ കൊടുക്കും.
ഒരുത്തൻ ചാവാൻ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം വാങ്ങാൻ പൈസ കൊടുക്കാത്തവരാവും. ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയിട്ട് പൈസയും കൊടുത്ത് മൂഞ്ചി തെറ്റി വന്നിരിക്കും. ഇതന്നെയാണ് ടെലിഗ്രാമിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഈകൾ പറഞ്ഞ സംഗതി, ഏതെങ്കിലും ഒരാളുടെ ഒരു ഫോട്ടോ പഴച്ച രീതിയിലാക്കാൻ വേണ്ടിയിട്ട് പോയി ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് കാശും കൊടുക്കും. എന്നിട്ട് അത് കാണും, പിന്നെ ആയല്ലോ എല്ലാം. എന്നിട്ട് അതോ ഒരു 10 ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. ഇത് എന്നിട്ട് ആ കുട്ടി കണ്ടുള്ള ഒരു അവസ്ഥകളൊന്നും ആലോചിച്ചു. അങ്ങനെ എത്ര പേര് സഫർ ചെയ്യുന്നുണ്ട്. എന്ത് നിയമ നടപടി, ആരെ പിടിക്കാൻ? പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്തനാക്കിയാൽ കഴിഞ്ഞല്ലോ, അത് വേറെ സെറ്റപ്പ്. ഇനി കഴിഞ്ഞില്ലല്ലോ, ഇനിയാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ പാർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ഫോണിന് 250 രൂപ 300 രൂപ എന്ന് പറഞ്ഞിട്ട് അത് സ്ട്രീമേഴ്സ് ആയിട്ടുള്ള പെൺപിള്ളേരുടെയും അവരുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ പാക്ക്. ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പം ഇങ്ങനെ അയച്ചു കൊടുക്കലാണ് പരിപാടി, മനസ്സിലായ? ഇങ്ങനെ പേയ്മെന്റ് ചെയ്യുമ്പോൾ അയച്ചു കൊടുക്കലാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ആൻഡ് വേറെ ഏറ്റവും വലിയൊരു കാര്യം പറയാം, ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം ഗൈസ്. നമുക്ക് ഈ ഗൂഗിൾ ഡൗൺലോഡ് ഇമേജസും അതുപോലെ നമ്മളൊരു ഫോണിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഇമേജസും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ. ചില അമ്മമാർ സ്വന്തം വീട്ടിലെ അമ്മ, ഞാൻ അതുകൊണ്ടാണ് അതിനകത്ത് പ്രത്യേകം എഴുതി വെച്ചേക്കുന്നത് അമ്മയും പെങ്ങളും എന്ന്. ഞാൻ എന്നുവെച്ചാൽ ചായ തരാൻ വരുന്ന അമ്മ, രാവിലെ ഫ്രണ്ടിൽ വരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ യൂണിഫോം ഇടുന്ന സ്വന്തം പെങ്ങള്, ഇവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഓരോ പർട്ടിക്കുലർ പാർട്സിനെ പറ്റി എൻ്റെ ചേച്ചിയുടെ ഇതെങ്ങനുണ്ട് അതെങ്ങനുണ്ട് എന്ന് ചോദിക്കുന്ന മെസ്സേജസ് ഇടുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇത് ഞാൻ ശരിക്കും പറയാണ്, ഞാൻ ആലോചിച്ച് ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇവന്മാർക്കൊക്കെ ചിന്തിക്കാനും ഇതാക്കാനും പറ്റുന്നതെന്ന്. എൻ്റെ അമ്മു, ഇവനൊക്കെ എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെ ആ വീട്ടിൽ സേഫ് ആണെന്നുള്ള ഇത് ഞാൻ ആലോചിക്കണത്. ഞാൻ ഇത് വെറുതെ തമാശ പറയല്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സത്യമായിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ലിറ്ററലി പറയാം, ഞാൻ ഇതിന്റെ പുറകെ ഇറങ്ങിയോണ്ട് പറയുക. ഞാൻ കുറെ ഗ്രൂപ്പുകൾ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി. എടാ ഞാൻ പറയട്ടെ, ഈ ജനറേഷനായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ പറയണ ഇതൊക്കെ ജീവിതത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, അല്ലാതെ സെക്സ് അല്ല ജീവിതം, മനസ്സിലായ? ഇങ്ങനെ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ജീവിക്കുന്ന നീ ഒന്നും എങ്ങും എത്താൻ പോണില്ല. നിന്നെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ചെയ്ത് നിന്നെയൊക്കെ തൂക്കിയാൽ നിന്റെയൊക്കെ ജീവിതം എവിടെയാവുമെന്ന്. ഒന്നാമത്തെ കാര്യം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല ഈ നാട്ടിൽ, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇതിനെക്കുറിച്ച് പറയുന്നതും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എന്തോ ഇല്ല തെറ്റാണെന്നുള്ളത് കൊണ്ട് പബ്ലിക്കായിട്ട് ഒരാൾ ഉപദേശിച്ചാൽ അടക്കം അതിലെന്തോ തെറ്റ് കണ്ടുപിടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം വീട്ടിലെ അമ്മ, പെങ്ങൾ എല്ലാം, പിന്നെ അടുത്ത വീട്ടിലേക്ക് അടക്കം ക്യാമറ വയ്ക്കുന്നവരുണ്ടാവും. എന്തിന് സ്വന്തം വീട്ടിനകത്ത് തന്നെ അമ്മയ്ക്കും പെങ്ങൾക്കും വീഡിയോ അവരറിയാതെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത് ഇങ്ങനത്തെ ഡിസ്കഷൻസ്. ഞാൻ പറഞ്ഞു അന്ന് 2021, 22, 23 ആ ടൈമിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വേർഷൻ കണ്ട ഒരാളാണ് ഞാൻ, മനസ്സിലായില്ലേ? ഇപ്പോഴും ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുടെ സ്വന്തം വീട്, ഇപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ ഇവന്മാരെടുത്ത്, ഇപ്പോൾ ഒരു അമ്മ വീട്ടിൽ അടിച്ചു വരിക, സ്വന്തം മകൻ തന്നെ ആ ഫോട്ടോ എടുത്തു, ഏതെങ്കിലും ഒരു ഓക്വേർഡ് ആംഗിൾ. ഇവൻ്റെ ലിബിഡോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും. അമ്മ, ഞാൻ പറയുന്നില്ല, അതൊക്കെ ആയിരിക്കും അവൻ്റെ ലിബിഡോ. ഇവൻ ഇത് കൊണ്ടുപോയിട്ട് ഒരു പബ്ലിക് ഒരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നിന്ന് ഡിസ്കഷൻ, വർണ്ണന നടക്കുക. ഈ ഫോട്ടോ അവിടുന്ന് വേറെ ഏതെങ്കിലും പഴപ്പന്മാർ കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് സ്വന്തം വീട്ടിനകത്തുനിന്ന് ഇങ്ങനെ ഒരു സാധനം ലീക്കായി അവർക്ക് പുറത്തു പറയാൻ പറ്റുമോ? സ്വന്തം മകൻ തന്നെ ഇത് ചെയ്ത എന്നുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ത് ഗതികെട്ടതാണ്. ഇതിൻ്റെയൊക്കെ പുറമേ മറ്റത് ലഹരി, ഇത് രണ്ടും കൂടിയാണ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴപ്പിൻ്റെ എക്സ്ട്രീം ആയല്ലോ. എടാ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ബാൻ ചെയ്യാനൊന്നും ഇല്ലടേ. ഇവിടെ മറ്റേ പോണ് ബാൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി. അതാ രസം. അതൊരു പൈസ മുടക്കി ഹ്യൂജ് ഫണ്ടിങ് ഇറക്കി സിനിമ പോലെ തന്നെ ഒരു പാരലൽ വേൾഡ് എന്ന് പറഞ്ഞു പോകുന്നൊരു സാധനമാണ് പോൺ ഇൻഡസ്ട്രി. ഇങ്ങനത്തെ ലീക്കുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ, ഹിഡൻ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാണിക്കുന്ന നന്ദല്ലാത്ത തരത്തിലൊന്നും ഇപ്പോഴും ഒരു തരത്തിലുള്ള എന്തില്ല, ബാനും ഇല്ല. ഇഷ്ടംപോലെ കിട്ടുന്ന ചാനലുകളും ഇഷ്ടംപോലെ വെബ്സൈറ്റുകളും സാധനങ്ങളൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് ഇവിടെ. പ്രത്യക്ഷത്തിൽ ഒരു സാധനം ബാൻ ചെയ്തു, അതുകൊണ്ട് എന്ത് കാര്യം? പിന്നെ ഇത് വിൽക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനത്തെ വിൽക്കുന്ന പരിപാടി ഉണ്ട് ഇവിടെ. ഇതേപോലെ സ്വന്തം വീട്ടിനകത്തു നിന്നുള്ള അമ്മേൻ്റെയും പെങ്ങളെയൊക്കെ ഓക്വേർഡ് ആംഗിൾസ് എടുത്തിട്ട് അത് വിൽക്കാൻ, അത് വാങ്ങാൻ ഇവിടെ പല വെബ്സൈറ്റുകളും ഉണ്ട്, പല ടെലിഗ്രാം ചാനലുകളും ഉണ്ട്. അതുവഴി പൈസ ഉണ്ടാക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. സ്വന്തം വീട്ടിലത്തേയും ചെയ്യും, അപ്പുറത്തുള്ളവൻ്റെ വീട്ടിലത്തെയും ചെയ്യും.
എന്തൊരവസ്ഥയാണെന്ന് നിങ്ങളാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പോൾ ഈകള് പറഞ്ഞതിന് എനിക്കും പറയാനുള്ളൂ, ഇതൊന്നും അല്ല ലൈഫ്. ഇതൊക്കെ എന്ത് ലൈഫ്? അടി കിട്ടി തിരിഞ്ഞ് കിടക്കും എവിടെയെങ്കിലും ഒരു ദിവസം, അത്രയേ ഉള്ളൂ. അതിലും കൂടുതലൊന്നുമില്ല. ഭയങ്കരം തന്നെ അടി. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരാളോട് നിങ്ങൾ ഈ മാന്യമായ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ള കോൺസെപ്റ്റ് എനിക്കിപ്പോഴും അതൊരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഈ മാന്യതയുടെ ലൈൻ എവിടെ നിൽക്കണമെന്നുള്ളൊരു ചോദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഫുൾ കംപ്ലീറ്റ്ലി എന്നാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, അത് അപ്ലോഡ് ആവില്ല എന്ന് വിചാരിക്കാം. പിന്നെ പല പ്ലാറ്റ്ഫോമിനും പല രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ. അപ്പോൾ അതിൻ്റെ ലിമിറ്റ്സിൽ വെച്ചിട്ട് ആർക്കും എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ പെൺകുട്ടികൾ കുറച്ച് കൂടുതലാണ്. അവർ ഏത് രീതിയിൽ എങ്ങനെ വന്ന് ഫോട്ടോ വീഡിയോ ഇട്ടാലും അത് കൊണ്ടുപോയിട്ട് ഈ പിഴപ്പാക്കാൻ നടക്കുന്നവന്മാരുള്ളൊരു സൊസൈറ്റിയിൽ എന്ത് ചെയ്യും? ഈ പ്രൈവറ്റ് പ്രൊഫൈൽ വെച്ചു എന്ന് വിചാരിച്ചു, അപ്പോൾ വേറൊരു പെൺകുട്ടീൻ്റെ പ്രൊഫൈലിൽ ഫോട്ടോ ഉണ്ടാക്കി വേറൊരു ഫേക്ക് പേരിട്ട് അത് വെച്ച് ഇവർക്ക് റിക്വസ്റ്റ് കൊടുത്ത് എന്നിട്ട് അവിടെ കയറി കൂട്ടിയിട്ട് അവിടുന്ന് ഫോട്ടോ വീഡിയോ ചുരണ്ടി കൊണ്ടുവരും. ഇതൊക്കെ കൊണ്ടുപോയി കേസ് കൊടുത്താലോ ഇല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് സൈബറിൻ്റെ ടീമിനോട് പറഞ്ഞാലോ അവരിങ്ങനെ കൈയും മലർത്തി വായും പൊളിച്ച് മോളിക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഈഗിൾ ഇതിപ്പോൾ എക്സ്പോസ് ചെയ്തു, ഈഗിൾ നാളെ ഈ ചെക്കൻ്റെ വീട്ടിൽ കയറി ചെന്ന് വിചാരിച്ചു, ഈഗിളിനെതിരെയായിരിക്കും കേസ്. ഏത് സിസ്റ്റം കണ്ടുപിടിക്കൂല, കണ്ടുപിടിച്ചവനെ നാളെന്ത് ചെയ്യും? അവനായിരിക്കും വില്ലൻ. അത് വേറെ വിഷയം. ഇവിടെ എന്താ പറയുക, ഇവിടെ ഇങ്ങനത്തെ കുറേ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. വെരി അൺഫോർച്ചുനേറ്റ്. വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതെങ്ങനെ അവരിലേക്ക് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളെ സിസ്റ്റം ഇപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും ഇത് നോക്കുന്നില്ല തിരിഞ്ഞിട്ട്. പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുത്ത് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ദ ബേസിക്, വെരി ബേസിക്. നല്ലൊരു സൊസൈറ്റിയിൽ നല്ലൊരു സിറ്റിസൺ, നല്ലൊരു പൗരൻ ഒരു രാജ്യത്തിന് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതല്ല ആദ്യം പഠിക്കണ്ടേ? അതില്ല. പിന്നെ ജീവിത സാഹചര്യം, സ്കൂളൊക്കെ വിട്ടിട്ട് അവൻ പുറത്തിറങ്ങി അവൻ്റെ പല ജീവിത സാഹചര്യവും അല്ലെങ്കിൽ അവന് വരുന്ന എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കാരണം അല്ലെങ്കിൽ അവൻ്റെ തന്നെ കയ്യിലിരിപ്പോ കാരണം തെമ്മാടിയായിട്ട് മാറും. ഓബ്വിയസ് ആണ്. കാരണം സ്കൂളിൽ നിന്ന് കിട്ടിയ പഠിപ്പിനേക്കാൾ വലുതായിരിക്കും പുറത്തുനിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും അവൻ്റെ സംഗതികളും. പക്ഷേ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ സെക്ഷൽ എഡ്യൂക്കേഷനൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലതായിരിക്കും. അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ പിഴപ്പുകൾ കാണിക്കാൻ കുറേ എണ്ണങ്ങളുണ്ട്, അത് സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണങ്ങളുണ്ട്. നാളെ ഏതെങ്കിലും ഒരു ഫോട്ടോ വീഡിയോ ഇട്ട ഒരു കുട്ടി വന്നിട്ട് എൻ്റെ ഫോട്ടോ വീഡിയോ ഇങ്ങനെ ലീക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടല്ലേ എന്ന് ചോദ്യം ചെയ്യാൻ കുറേ വേറെ മക്കളും ഉണ്ട്. എന്താണെങ്കിലും ഞാൻ ഈഗിൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇതിന് മുമ്പ് ഈഗിൾ ചെയ്തിട്ടുണ്ട്. നീ ഈഗിളിനെ ക്രിട്ടിസൈസ് ചെയ്യാനും കുറേ എണ്ണങ്ങൾ കാണും. നീ അങ്ങനെ ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്തിട്ടല്ലേ ഇതിന് നിങ്ങളെന്താ പറയുക, സപ്പോർട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു കമൻറ്റ് ബോക്സിനകത്ത് ഏതെങ്കിലും ഒരു തെമ്മാടിത്തരം ഒരുത്തൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ലൈക്ക് അടിച്ച കുറേ പുണ്ടകൾ കാണും. നിങ്ങൾക്ക് തന്നെ ആ കമൻറ്റ് എന്ത് ചെയ്യാം, റിപ്പോർട്ട് അടിച്ച് കളയാൻ പറ്റും. അത് നിങ്ങൾ കളയില്ല. പിന്നെ അത് ക്രിയേറ്ററിൻ്റെ കുറ്റമായി, നീ നിൻ്റെ വീട്ടുകാരെ കാണിച്ചിട്ടല്ലേ, നീ അത് ചെയ്തിട്ടല്ലേ. ആ അവസ്ഥ തന്നെയാണ്. എന്താണെങ്കിലും പാരൻസാണ് ശ്രദ്ധിക്കുക. മക്കളൊക്കെ ഇങ്ങനത്തെയൊക്കെ ലൂപ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. പിന്നെ ഇങ്ങനെയുള്ളവന്മാർക്ക് കാശ് തട്ടിക്കാൻ വളരെ സുഖമാണ്. എന്തെങ്കിലും ഒരു രീതിയിൽ മനസ്സിനൊരു ചാഞ്ചാട്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ DM me for this exclusive ഫോട്ടോ വീഡിയോ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പൈസയും മേടിച്ചിട്ട് അവനവൻ്റെ വഴിക്ക് പോകും. അങ്ങനെ കാശും പോകും. അങ്ങനെ കുറേ ഉണ്ടെങ്കിൽ